ഹായ് നമസ്കാരം, ഭദ്രികയിലേക്ക് സ്വാഗതം. പുണ്യപുരാതനവും ഏറെ ഐതിഹ്യവും നിറഞ്ഞതുമായ കൗവായി ചേരിക്കൽ ശ്രീ മംഗലചാമുണ്ഡി ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. മാർച്ച് 23, 24 തീയതികളിൽ ഇവിടെ കളിയാട്ട മഹോത്സവം നടക്കുകയാണ്. 23-ാം തീയതി വൈകിട്ട് 3 മണിക്ക് കലവറ നിറയ്ക്കലോടുകൂടി ഇവിടെ കളിയാട്ടത്തിന് ആരംഭം കുറിക്കുകയാണ്. 24-ാം തീയതി പുലർച്ചെ 4 മണിക്ക് കരിഞ്ചാമണ്ടി അമ്മയുടെ പുറപ്പാടും തുടർന്ന് മറ്റുപദേവതകളുടെ പുറപ്പാടും ഉണ്ടായിരിക്കുന്നതാണ്. വൈകിട്ട് 4 മണിക്ക് ഐശ്വര്യപരി ദേവതയും സന്താന സൗഭാഗ്യ ദേവതയും അന്നപൂർണേശ്വരിയുമായ ശ്രീ മംഗലചാമുണ്ഡി അമ്മയുടെ തിരുപ്പുറപ്പാടും തുടർന്ന് കൂടിപ്പിരിയലും ഉണ്ടായിരിക്കുന്നതാണ്. ഈ കാവിനെക്കുറിച്ചും ഈ കാവിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചും നമുക്ക് ഇവിടുന്ന് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം, എൻ്റെ പേര് സുനേഷ്. കൂലേരിയ കൗവായിലാണ് താമസം. ഇത് എൻ്റെ തറവാടാണ്, കൊയിലേരം തറവാട്. ഇത് കൗവായി ചേരിക്കൽ കൻരായി പരദേവത മംഗലചാമുണ്ഡി ദേവസ്ഥാനം ഈ കളിയാട്ട മഹോത്സവം മീനമാസം 9, 10 തക്കുരു പ്രകാരം മുമ്പേ പൂർവ്വന്മാർ ചെയ്തു വരുന്നതാണ്. ആയത് പ്രകാരം ഇപ്രാവശ്യം ഈ വരുന്ന തിങ്കൾ ചൊവ്വയാണ് 23, 24 കളിയാട്ടം വരുന്നത്. തറവാട്ടിനെ കുറിച്ച് ചരിത്രം പറയുകയാണെങ്കിൽ നമ്മളെ പൂർവ്വന്മാർ പറഞ്ഞിരിക്കുന്ന അറിവ് പ്രകാരം ചിറക്കക്കൂലോൻ തമ്പുരാൻ വെള്ളോട്ട് കപ്പലിൽ വരുന്ന നേരത്ത് നമ്മളെ കുറുവന്തോട്ട് പൂമാല ഭഗവതി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ആ കടവിൽ കൂടി വരികയാണ്. വരുന്ന നേരത്ത് കുറുവന്തോട്ട് പൂമാല ഭഗവതിയുടെ അവിടുന്ന് പാട്ടുത്സവം കേൾക്കുകയും അപ്പം അവിടുത്തെ കപ്പൽ വരുന്ന തമ്പുരാൻ ഇത്ര വലിയൊരു തമ്പുരാൻ വരുന്നുണ്ടല്ലോ, എന്നാൽ പിന്നെ ആ പാട്ട് നിർത്തണം തമ്പുരാൻ വരുമ്പോൾ. അങ്ങനെ ഒരു തമ്പുരാൻ കൽപ്പിച്ച ശേഷം തമ്പുരാൻ്റെ ആളടിയാൾ അവിടെ പോയി പറയുകയും ഈ പാട്ട് നിർത്താൻ വേണ്ടി കൽപ്പിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ തമ്പുരാൻ വന്ന കപ്പൽ, അതായത് മുട്ടോളം ചേറ്റിൽ ഓടുന്ന കപ്പൽ അരയോളം വെള്ളത്തിൽ തന്നെ താണ് നിൽക്കുകയുണ്ടായത്. അത്രയ്ക്കും പ്രസിദ്ധമായ ഈ സംഭവത്തെ പിന്നെ ആ കപ്പലിലുണ്ടായിരുന്ന ആചാരന്മാർ വാരി വെച്ച് നോക്കുന്ന നേരത്ത് കുറുവന്തോട്ട് പൂമാല ഭഗവതിയുടെ ദോഷവും അങ്ങനെ കാണുകയും ചെയ്യുകയുണ്ടായി. അപ്പം അതിനെന്ത് വിധിപ്രകാരം അതിനെന്താണ് വേണ്ടത് എന്ന് പരിഹാര കർമ്മം വാരി വെച്ച് ഷൺമുഖൻ്റെ രാശിയിൽ വാരി വെച്ച് നോക്കുന്ന നേരത്ത് അവ ഒരു നേരത്തെ പാട്ടുത്സവത്തിൻ്റെ അരിയും പിന്നെ അന്നേരത്തുള്ള ഭക്ഷണം കൊടുക്കാമെന്നില്ല തീരുമാനിച്ച ശേഷമാണ് ആ വെള്ളോട്ട് കപ്പൽ അവിടെ നിന്ന് പുറപ്പെടുകയും നേരെ ഈ കൗവായി ദേശത്തായിരിക്കുന്ന പടിഞ്ഞാറ് കടവിന് ഇവിടെ വന്ന് നിൽക്കുകയും ഇവിടെ വന്ന് നിന്നിട്ട് കൗവായി ഈ ചേരിക്കല്ല് ദേശത്തിലെ കൊയിലേരിയൻ കുഞ്ഞിവിരിന്തിയുടെ മക്കളായിട്ട്, അതായത് പെൺകിടാവിനെ വേണം എന്ന് ചെറുക്കക്കോലം തമ്പുരാനി ആഗ്രഹം തോന്നുകയും ചെറുക്കക്കോലം തമ്പുരാനി അവിടുത്തെ മക്കളായിട്ട് ഒരു പെൺകുട്ടി ഇല്ലാത്തത് കൊണ്ട് നമ്മളെ കുടുംബത്തിലെ ഒരു പെൺകുട്ടീനെ വേണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി അങ്ങനെ വരുന്നതിലേക്ക് പടിഞ്ഞാറ് കടവിന് വന്ന് നിൽക്കുകയും ആ കടവിന്ന് ഈ നമ്മളെ ഈ ദേശത്ത് കുഞ്ഞിവിരന്തി വസിക്കുന്ന ഈ ഭവനത്തിലേക്ക് കുടിലിൽ ചട്ടക്കുടിലിൽ വരുന്ന നേരത്താണ് ഈ കുതിരൻ്റെ മുകളിൽ 3 പൊൻകതിര് മുളച്ചതായി കണ്ടത്. ആ പൊൻകതിര് തമ്പുരാനല്ല വരുന്നത്, തമ്പുരാൻ കപ്പലിൽ തന്നെ ഇരിക്കുന്നത്. തമ്പുരാൻ്റെ ആളടിയാൻ തമ്പുരാൻ പറഞ്ഞേക്കുകയാണ്. അപ്പം തമ്പുരാൻ്റെ ആളടിയാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ 3 പൊൻകതിര് കാണുന്നുണ്ട്, മുളച്ചതായി കാണുന്നുണ്ട്. അത് വീണ്ടും കപ്പലിൽ പോയി തമ്പുരാനോട് ആ വിവരം അറിയിക്കുകയും തമ്പുരാൻ അത് അരിഞ്ഞ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അരിയാനോട് അരിഞ്ഞ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞ നേരത്ത് അത് അരിയാൻ കഴിയാതിരിക്കുന്ന സമയമുണ്ടായി. അങ്ങനെ വാരി വെച്ച് വീണ്ടും കപ്പലിൽ നിന്ന് വാരി വെച്ച് നോക്കുന്ന നേരത്ത് അത് അരിഞ്ഞെടുക്കേണ്ടത് ഏത് വിധം എന്ന് ചിന്തിച്ചു. അങ്ങനെയാണ് വെള്ളിത്തളികയിൽ അരിഞ്ഞ് വെച്ചും സ്വർണ്ണ തളിക കൊണ്ട് മൂടി വെച്ചും വേണം കൊണ്ടുവരാൻ വേണ്ടി അങ്ങനെ പറഞ്ഞിട്ടാണ് അത് അവിടെ നിന്ന് തമ്പുരാൻ കൈക്കൊള്ളുന്നത്. അങ്ങനെ തമ്പുരാൻ അത് കപ്പലിൽ ചെറുക്കക്കോലൊക്കെ കൊണ്ടുപോകാൻ അവിടെ കപ്പലിൽ ഏറ്റുവാങ്ങുകയും പിന്നെ നമ്മൾ കൊയിലേരം തറവാട്ടിലെ കുഞ്ഞു വിരിന്തിരിക്കുന്നതായ ഈ തറവാട്ടിലെ അമ്മ
അമ്മയോട് ചോദിക്കുകയും അന്നേരം മുൻകാലങ്ങളിൽ മുസ്ലിങ്ങൾ വാണിരുന്ന ഈ സ്ഥലത്ത് അവരുടെ അവരാണ് ഇതിൻ്റെ മൊത്തം ഈ കൈകളിൽ നമ്മളെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അങ്ങനെയുള്ള സമയത്താണ് അവരോട് ആദ്യം മുസ്ലിം വരുന്ന ഈ തമ്പുരാൻ മുസ്ലിങ്ങളെ കാണുകയും ഇങ്ങനെയുള്ള കുഞ്ഞുവിരന്തീനെ അറിയോ, അവരിൽ മക്കളുണ്ടോ, പെൺകുട്ടി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെയുള്ള മക്കളും ഇല്ല, അങ്ങനെയുള്ള കുഞ്ഞുവിരന്തിയും ഇല്ല എന്ന് പറഞ്ഞു. അവർ വീണ്ടും തിരിച്ചവരങ്ങോട്ടേക്ക് ചെറുക്കോലവേക്ക് ഈ പൊൻകതിരുമണ്ടായി മടങ്ങിയാണ്. ഇനി വരുന്നത് ഇവിടുത്തെ സാക്ഷാൽ മംഗലചാമുണ്ഡി അമ്മ വന്നിരിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കീഴൂർ ശാസ്താവാണ് നമ്മുടെ കൊയിലേരം തറവാട്ടിലെ അടിമേശ്വരൻ ശാസ്താവാണ്. അപ്പോൾ കീഴൂർ ശാസ്താവിൻ്റെ അടിമേശ്വരൻ എന്നിരുന്ന ആ വേളയിൽ കീഴൂർ ശാസ്താവിൻ്റെ അവിടെ നിന്ന് വടക്കൻകൂറ് വാഴ്ന്നിരിക്കുന്ന ആ ദേവൻ്റെ അടുത്ത് നിന്നും കീഴൂർ ശാസ്താവ് അവിടുത്തെ അമ്മ, അതായത് നമ്മളെ കുഞ്ഞിവിരിന്തി എന്നിരിക്കുന്ന ഈ കൊയിലേരിയും കുഞ്ഞിവിരിന്തി അമ്മ അവിടുന്ന് ഒരു രാത്രിയിൽ പെട്ടെന്ന് ഒരു സ്വപ്നം കാണുകയും ആ സ്വപ്നത്തിൽ കീഴൂർ ശാസ്താവിൻ്റെ കിഴക്കേ നടിയിൽ കൂടിയിരിക്കുന്ന വലിയൊരു ആൽമര വൃക്ഷമുണ്ട്. ആ ആൽമര വൃക്ഷത്തെ ഈ അമ്മ സ്വപ്നത്തിൽ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്കിപ്പൂ മാല കോർത്തണിയുന്നതും തുളസിമാല കോർത്തണിയുന്നതും ചെമ്പകപ്പൂമാല കോർത്തണിയുന്നതും ആലിൻ്റെ ആ കൽപ്പടവയിൽ ഈ 3 മാല കൊണ്ട് ഈ കുഞ്ഞിവിരിന്തി എന്ന അമ്മ ആ മാല ചാർത്തുന്ന ഒരു സ്വപ്നമാണ് നിദ്രയിൽ കാണുന്നത്. അങ്ങനെ അമ്മ പുലർവേൽ എണീക്കുകയും എണീച്ച നേരത്ത് താഴേക്കാട്ട് മണിയാണിയും അടുക്കാടൻ മണിയാണിയും ചെമ്പോല അമ്മരെ ഭവനത്തിലേക്ക് അയക്കുകയും അങ്ങനെ അമ്മ അത് നോക്കുകയും അവിടെ നിന്ന് രാവിലെ അവിടുത്തെ വട്ടക്കൊടിയിൽ വന്ന് ആൽത്തറമേൽ ഇരിക്കുകയും അവിടുന്ന് പുറങ്കാവൽക്കാരനായിട്ട് പുറങ്കാലിനെയും കൂട്ടുപിടിച്ചു 1 പതിറ്റാണ്ട് കാലം, ഒരു വാഴപട്ടക്കാലം തന്നെ അമ്മ അവിടെ കുടിയിരിക്കുകയും അവിടെ നിന്ന് വടക്കൻകൂറിന്ന് ഇങ്ങോട്ട് വരിക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അള്ളട സ്വരൂപത്തിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു. അവിടെ നിന്ന് നിങ്ങളെ പുത്തൂരപ്പനെ കാണുകയും നിലയത്തിങ്കൽ ഭഗവതിയെ അമ്മേനെ ആ നടവഴി വരികയും അമ്മേരെ തിരുമുമ്പിൽ കിഴക്കേ നടയിൽ വന്ന് ഇരിക്കുന്ന നേരത്ത് അമ്മനെ ഈ അടിയാത്തിയായിരിക്കുന്നതായ ഈ കുഞ്ഞിവിരിന്തി അമ്മയോട് ചോദിക്കും എന്താണ് അമ്മ വിഷമമായിരിക്കുന്ന അവസ്ഥയിൽ ഇരിക്കുന്നത്. അപ്പം ഈ നിലയറ ഭഗവതി അമ്മ പറയുകയെന്ന് അടിയാത്തിയാരോട് എൻ്റെ ഇന്നലെ വെച്ചിരിക്കുന്നതായ മഞ്ഞൾ, അത് എനിക്ക് മഞ്ഞക്കുറിയായിട്ട് വെച്ചിരിക്കുന്ന പൂങ്ങിയ മഞ്ഞൾ അത് കാണുന്നില്ല, ആരെടുത്തുകൊണ്ട് പോയി എന്നറിയില്ല, അതുകൊണ്ട് അത് എനിക്ക് തിരിച്ച് കിട്ടണം എന്ന് സങ്കടം ഈ അടിയാത്തിയാളിയായ കുഞ്ഞിവിരിന്തിയോട് അപേക്ഷിക്കുകയും അങ്ങനെ ഈ അമ്മ അത് ഞാൻ തന്നെ കൊണ്ടുതരാം, ഞാൻ തന്നെ കാട്ടിത്തരാം, എനിക്ക് അമ്മയുടെ അകത്തളത്തിൽ ദൈവത്തിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ തിരിച്ചങ്ങോട്ടും തങ്കടം ബോധിപ്പിക്കുന്നു. അങ്ങനെ ഈ അമ്മ നീരാർ ഭഗവതിയെ അമ്മ അങ്ങനെ രണ്ടുപേരുടെയും അപേക്ഷ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുവരും സ്വീകരിച്ചുകൊണ്ട് തന്നെ അങ്ങനെ മുന്നോട്ട് നീങ്ങിയാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിയുന്ന നേരത്ത് അനേകം ദിവസങ്ങൾ കഴിയുന്ന നേരത്ത് ഈ പൂങ്ങിയ മഞ്ഞൾ മുളപ്പിച്ചെടുക്കുകയും ഈ കൊണ്ടുപോയ തസ്കരന്മാർ, അതായത് കള്ളന്മാർ അതറിയുകയും അത് അവർക്കൊരു നിമിത്തമായി കാണുകയും പിന്നീട് അവർ ഈ ക്ഷേത്രത്തിലേക്ക് നീലഭഗവതി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരികയും സമർപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് കൗവായി ചേരിക്കല്ല് കൻരാശിക്ക് അമ്മ ഉദയം ചെയ്യുകയും ചെയ്യുന്ന നേരത്തെങ്കിൽ ചെറുക്കക്കുലം തമ്പുരാൻ അന്ന് കപ്പലിൽ വരുന്ന നേരത്ത് 3 പയ്യന്നൂർ പെരുമാളീശ്വരൻ്റെ 3 പൊൻ താഴികക്കുടം കാണുന്നുണ്ടായിരുന്നു. അപ്പം ഈ താഴികക്കുടം കാണുന്നുണ്ട്. ഇത് അവരുടെ കൈശമുണ്ടായിരിക്കുന്നതായ തോക്കിൻ്റെ ഉന്നം നോക്കാൻ വേണ്ടി ഒന്ന്
അയക്കുന്നുണ്ടായത്, ഒരു വെടി വെക്കുകയെന്നുണ്ടായത് താഴേക്കുടത്തിന് പൈനി പെരുമാളുടെ. അങ്ങനെ പൈനി പെരുമാളുടെ താഴേക്കുടത്തിന് വെടി വെക്കുകയും ആ ഒരു ഉണ്ട കൊണ്ട് ആ വന്ന് താഴേക്കുടം വീണത് നമ്മൾ ഈ കൗവായി ചേരിക്കല്ല് കൻറ്റാശ്ശേരി തറവാട്ടുള്ള ഈ അമരഭൂമിക്കകത്താണ് വന്നു വീണത്. അങ്ങനെയാണ് ആ 3 പൊൻകതിര് ഇവിടെ മുളക്കുന്നതും. അതിനുശേഷം ഈ അമ്മ ഇവിടെ വരികയും അമ്മ വന്ന് ഇവിടെ വന്ന് കുടിയിരുന്ന് ഈ മംഗലചാമുണ്ഡി അമ്മ പുറങ്കാലനും പിന്നെ ഈ കന്നിരായി പരദേവതി ഇങ്ങനെ 3 കുടിയിരുന്നതിന് ശേഷമാണ് ഞങ്ങളെ കുഞ്ഞി വിരുന്തി ഞങ്ങൾക്ക് 3 കണ്ടം കല്ലും കൂട്ടി ശംഖും പീഠവും പ്രതിഷ്ഠ ഉറപ്പിച്ച് അന്ന് ഇരിക്കാൻ പീഠവും പിടിക്കാൻ ആയുധം തന്ന് ഇവിടെ പരിപാലിച്ചു പോകുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചരിത്രം വരുന്നത്. നന്ദി, നമസ്കാരം.